1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടല്ലോ. ഒരുപാട് ചരിത്രത്തിൽ പരാമർശിക്കേണ്ട ഭാഗമായിരുന്നു മുസ്ലിങ്ങളുടെ പങ്കുണ്ടാവേണ്ടത്. അന്ന് ഇന്നത്തെ കാലത്ത് അതിനെ സ്മരിക്കാനുള്ള സ്മരണാർഹത ഇന്ന് വളരെയധികം കുറവാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദ് അലി ജൗഹറിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു തുവാല എടുത്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നുണ്ട്. ആ ഡോക്ടറേറ്റ് എടുക്കാൻ പറഞ്ഞേക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ജൗഹറെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നീ വളരെയധികം പ്രയത്നിക്കണം. നീ എൻ്റെ കണ്ണീരുകളും തോരാ ഒഴുകിയ ഈ ടവൽ നിനക്ക് തന്നുകൊണ്ട് നീ അതിൽ നിൻ്റെ മുഖം തുടച്ച് ഇസ്ലാമിൻ്റെ ആ നേർമാർഗത്തെ പിൻപറ്റി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്നു. ആ സമയത്തായിരുന്നു മഹാനായ ഗാന്ധിജി അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇന്ത്യയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കാൻ വേണ്ടി ഒരു ആളെ പറഞ്ഞേക്കേണ്ടതുണ്ടായിരുന്നു. അന്ന് മഹാനായ മുഹമ്മദ് അലി ജൗഹറിനെ ആയിരുന്നു ഗാന്ധിജി പറഞ്ഞയച്ചത്. അങ്ങനെ അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് എത്തി.